ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആറ്റം. രസതന്ത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. നമ്മുടെ സിലബസിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കഴിഞ്ഞ LDക്കും എല്ലാം ഒരുപാട് തവണ ആറ്റത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു 20-ലധികം ചോദ്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞു പോകാനുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ പറഞ്ഞു പോകാനുണ്ട്. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയാണ് പോകുന്നത്. എല്ലാം പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ ആറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയ്ക്ക് പറയുന്ന പേരാണ് ആറ്റം. ഇനി ആറ്റം എന്ന പദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ മീനിങ് എന്ന് പറയുന്ന, അർത്ഥം എന്ന് പറയുന്നത് വിഭജിക്കാൻ പറ്റാത്തത് എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് പദം വന്നിരിക്കുന്നത്? ആറ്റം എന്ന പദം വന്നിരിക്കുന്നത്. ഇനി ആറ്റത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കവിടെ പറഞ്ഞു പോകാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആറ്റം കണ്ടുപിടിച്ചത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആറ്റം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. അതുപോലെ തന്നെ അറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആറ്റം കണ്ടുപിടിച്ചതും അറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റം കണ്ടുപിടിച്ചത് ഡാൾട്ടൺ എന്ന് പറഞ്ഞു. എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയൻറ്റിസ്റ്റാണ് ഓസ്റ്റ്വാൾഡ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ, എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതെന്ന് പറയുന്ന ആരാണ്? ഓസ്റ്റ്വാൾഡ്. ഓസ്റ്റ്വാൾഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ നമുക്ക് പഠിച്ചു പോകാം. നൈട്രിക് ആസിഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് പറയും. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. അറ്റോമിക് സിദ്ധാന്തം അറ്റോമിക് തിയറി അവതരിപ്പിച്ചെന്ന് പറയുന്നതും ആരാണ്? ജോൺ ഡാൾട്ടൺ. എല്ലാ വസ്തുക്കളും പരമാണുക്കളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് കണാദമുനി എന്ന് പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞത്, ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് വൈശേഷിക സൂത്രം. എല്ലാ വസ്തുക്കളും പരമാണുക്കളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് കണാദമുനി. പേരോർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ആറ്റത്തിലെ മറ്റ് കണങ്ങൾ അല്ലെങ്കിൽ ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ആറ്റത്തിൽ 3 അടിസ്ഥാന കണങ്ങൾ അല്ലെങ്കിൽ 3 മൂല കണങ്ങളാണ് ആറ്റത്തിലുള്ളത്. ഈ 3 മൂല കണങ്ങൾ എന്ന് പറയുന്നതാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അതുപോലെ തന്നെ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയും. ആ കേന്ദ്രത്തിന് ചുറ്റും ഒരു പാതയിലൂടെ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് ചുറ്റും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന കണമാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ വിളിച്ച പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയും. ഈ ന്യൂക്ലിയസിൽ 2 അടിസ്ഥാന കണങ്ങൾ അല്ലെങ്കിൽ 2 മൂലകണങ്ങളാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ എന്ന് പറയുന്നതാണ് പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് 2 അടിസ്ഥാന കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ. ആ 2 കണങ്ങൾക്ക് നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ എന്ന് പറയും. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ 2 കണങ്ങളെ കൂടെ കൂട്ടി വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയോണുകൾക്ക് ഉദാഹരണമാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന കണം എന്ന് പറയുന്നതാണ് ഇത് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് പറയും. ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റുകൾ അഥവാ ഷെൽ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ആറ്റത്തിലെ മൂലകണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ന്യൂട്രോണും പ്രോട്ടോണും. ഇനി സൂര്യന് ഗ്രഹങ്ങൾ എന്ന പോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു ആറ്റവുമായി ബന്ധപ്പെട്ടൊരു സിദ്ധാന്തത്തിൽ നിന്നാണ് ഒരു പോയിന്റ് വന്നിരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ. ഈ ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന ആശയം അവതരിപ്പിച്ചത് നീൽസ് ബോറാണ്. ബോർ മാതൃകയിലൂടെയാണ് അദ്ദേഹം അത് കൊണ്ടുവരുന്നത് പറയുന്നത്. അപ്പം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന ആശയം അവതരിപ്പിച്ചതെന്ന് പറയുന്നത് നീൽസ് ബോർ. അതുപോലെ തന്നെ ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n². ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നതും നീൽസ് ബോർ തന്നെയാണ്.
നമുക്കറിയാം ഷെല്ലുകളെക്കുറിച്ച് പറയുമ്പോൾ ഷെല്ലുകൾ നമുക്ക് ഒരു 4 ഷെല്ലുകളെക്കുറിച്ച് നമുക്ക് പറയാം. കെ, എൽ, എം, എൻ. പ്രധാനപ്പെട്ട ആദ്യത്തെ 4 ഷെല്ലുകളാണ് കെ, എൽ, എം, എൻ. ഇതനുസരിച്ച് ഈ ഓരോ ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ കെ എന്ന ഷെല്ലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ എന്നിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 1 ആണ്. എൽ ആകുമ്പോഴത്തേക്ക് എന്നിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 2, എമ്മിൽ എന്നിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 3, എൻ ആകുമ്പോൾ എന്നിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 4. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കെ എന്ന ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 × 1². 2 × 1² എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ് 2 ആണ്. അടുത്ത വരുമ്പോഴത്തേക്ക് 2 × 2² അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് 2n². ആ ഇക്വേഷൻ അവതരിപ്പിച്ചെന്ന് പറയുന്ന ആരാണ്? നീൽസ് ബോർ. അതുപോലെ തന്നെ ഷെല്ലുകൾ അഥവാ ഓർബിറ്റ് എന്ന ആശയം അവതരിപ്പിച്ചെന്ന് പറയുന്നതും നീൽസ് ബോർ തന്നെയാണ്. ഇനി നമ്മൾ ആറ്റത്തിലെ മൂലകണങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആറ്റത്തിലെ മൂലകണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ, ഒരു 4-5 ചോദ്യങ്ങൾ ഈ ടേബിളിൽ നിന്ന് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ആറ്റത്തിലെ മൂലകണങ്ങൾ എന്ന് പറയുന്ന 3 നമ്മൾ പറഞ്ഞു. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. കാരണം അത് കണ്ടുപിടിച്ച ആളുകളുടെ പേര് ഓർത്ത് വെക്കാൻ നമുക്കൊരു കോഡ് അവിടെ നിന്ന് ഫോം ചെയ്യാം. മൂലകണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പെൻ എന്ന് ഓർത്ത് വെക്കുക. കണ്ടുപിടിച്ച ആൾക്കാരെന്ന് പറയുന്നത് റുദർഫോർഡ്, തോംസൺ, ജെയിംസ് ചാഡ്വിക്. അപ്പോൾ നമുക്കതിനെ RTC. മൂലകണങ്ങൾ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര് ഓർത്ത് വെക്കാനുള്ള കോഡാണ് പെൻ, RTC. അപ്പോൾ ഓർത്തിരിക്കുക. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. എന്നാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് JJ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ജെയിംസ് ചാഡ്വിക്. ഇത് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോട്ടോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഏണസ്റ്റ് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ജെയിംസ് ചാഡ്വിക്. ഇതുകൂടാതെ ഇവിടുന്ന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റം കണ്ടുപിടിച്ച ആളുടെ പേര് നമ്മൾ പറഞ്ഞു ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞു. എങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്, ഈ ന്യൂക്ലിയസും പ്രോട്ടോണും ഒരാൾ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ്. ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ഇപ്പോൾ 3 കാര്യങ്ങൾ റുദർഫോർഡിനെ ബേസ് ചെയ്ത് ഓർത്ത് വെച്ചോണം. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് ആ മൂലകണങ്ങളുടെ ചാർജിനെ കുറിച്ചാണ് പറയേണ്ടത്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. നെഗറ്റീവ് ചാർജുള്ള കണം എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോണുകളാണ്. എന്നാൽ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് ഓർത്ത് വെക്കുക. പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ അവിടുന്ന് 2 കാര്യങ്ങളൂടെ നമുക്ക് ചാർജിനെ ബേസ് ചെയ്ത് പറയാം. ആറ്റത്തിൻ്റെ ചാർജ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആറ്റത്തിന് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കാം. ആറ്റത്തിന് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അവസ്ഥയിൽ നോർമൽ കണ്ടീഷനിൽ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. എന്നാൽ ചാർജ് ഉള്ള അവസ്ഥയിൽ ആറ്റങ്ങളെ കാണപ്പെടാറുണ്ട്. അങ്ങനെ ചാർജ് ഉള്ള അവസ്ഥയിൽ കാണപ്പെടുന്ന ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് അയോണുകൾ എന്ന് പറയും. ചാർജ്ഡ് ആറ്റംസിനെ വിളിക്കുന്ന പേരാണ് അയോണുകൾ. ഈ അയോണുകൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് അയോണുമുണ്ട്, നെഗറ്റീവ് അയോണുമുണ്ട്. ഓർത്തിരിക്കുക, ചാർജ് ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് അയോണുകൾ. അപ്പം നോർമലി ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രലാണ്. എന്നാൽ രാസപ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് ഫലമായി ചാർജ് ഉള്ള അവസ്ഥയിലും ആരെ കാണപ്പെടാറുണ്ട്? ആറ്റംസിനെ കാണപ്പെടാറുണ്ട്. അങ്ങനെ ചാർജ് ഉള്ള അവസ്ഥയിൽ കാണപ്പെടുന്ന ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് അയോണുകൾ. ഓക്കെ, അപ്പം ആറ്റത്തിൻ്റെ കേസ് പറഞ്ഞു. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ 2 കണങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് ന്യൂക്ലിയോണുകൾ എന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയോണുകൾക്ക് ഉദാഹരണമാണ് പ്രോട്ടോണും ന്യൂട്രോണും. ശരിയല്ലേ? ഈ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 0 അല്ലേ? അങ്ങനെയെങ്കിൽ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും വരുമ്പോഴത്തേക്ക് ന്യൂക്ലിയസിൻ്റെ നെറ്റ് ചാർജ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഓർത്തിരിക്കുക, ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ചാർജ് ഉള്ള അവസ്ഥയിൽ നമ്മൾ ആറ്റത്തെ വിളിക്കുന്ന പേരാണ് അയോണുകൾ. ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ്, ചാർജ് ഇല്ലാത്ത സബാറ്റോമിക് കണം എന്ന് പറയുന്നതാണ് ന്യൂട്രോണുകൾ എന്ന് പറയുന്നത്. ആറ്റത്തിലെ മൗലിക കണങ്ങൾ കണ്ടുപിടിച്ച ആൾക്കാരെക്കുറിച്ചും അതിൻ്റെ ചാർജുകളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ചോദ്യം വരുന്നൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മൗലിക കണങ്ങളുടെയൊക്കെ ഭാരം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ LDക്കും എല്ലാം ചോദിച്ചിരിക്കുന്നൊരു
ക്വസ്റ്റ്യൻ ആണ്. ഭാരം ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ പിണ്ഡം, പ്രോട്ടോണിൻ്റെ പിണ്ഡം അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ ഭാരം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രോട്ടോണിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. പ്രോട്ടോണിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് എത്രയാണ്? 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. എന്നാൽ ഇലക്ട്രോണിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് 1.676 ഇൻറ്റു 10⁻⁻27. അപ്പോൾ ഈ പിണ്ഡം പഠിക്കുമ്പോഴത്തേക്ക് 1.6 എന്ന് മാത്രം പഠിച്ചു വെക്കില്ല. കാരണം പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും പിണ്ഡം എന്ന് പറയുന്നത് 1.6 ആണ്. ആ 3 പ്ലേസിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. പ്രോട്ടോണിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് 1.672 ഇൻറ്റു 10⁻⁻21 ന്യൂട്രോണിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് 1.676 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമുമാണ്. അപ്പോൾ ഈ മൂന്നും കൂടെ പിണ്ഡം നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് പറയാവുന്ന കാര്യമാണ്, പിണ്ഡം ഏറ്റവും കുറഞ്ഞത് ഈ മൂന്നിൻ്റെയും പവർ നോക്കി (-27, (-31, (-27). അപ്പോൾ ആ പവർ വെച്ച് തന്നെ നമുക്ക് പറയാൻ സാധിക്കും 10⁻⁻31 ആയിരിക്കും മറ്റു രണ്ടിനെക്കാട്ടിലും കുറവെന്ന് പറയുന്നത്. അപ്പോൾ പിണ്ഡം ഏറ്റവും കുറഞ്ഞ സബാറ്റോമിക കണം എന്ന് പറയുന്നതാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. പിണ്ഡം ഏറ്റവും കുറഞ്ഞ സബാറ്റോമിക കണം എന്ന് പറയുന്നത് ഇതാണ്, ഇലക്ട്രോണുകളാണ്. ഇനി ബാക്കി രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പവർ സെയിം ആണ് വന്നിരിക്കുന്നത്. പിന്നെ ആ വാല്യൂ മാത്രം നോക്കിയാൽ മതി. 1.672ഉം 1.676ഉമാണ് വന്നിരിക്കുന്നത്. അപ്പം പിണ്ഡം ഏറ്റവും കൂടിയ സബാറ്റോമിക കണം എന്ന് പറയുന്നത് ഇതാണ്, ന്യൂട്രോൺ ആണ്. പിണ്ഡം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഹെവിയസ്റ്റ് സബാറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ന്യൂട്രോണുകൾ എന്ന് പറയുന്നത്. പിണ്ഡം ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ ലൈറ്റസ്റ്റ് സബാറ്റോമിക് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഹെവിയസ്റ്റ് ന്യൂട്രോണും ലൈറ്റസ്റ്റ് സബാറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നവരാണ് ഇലക്ട്രോണുകളുമാണ്. സഞ്ചരിക്കുന്ന കണം എന്നറിയപ്പെടുന്നത് ഇലക്ട്രോണുകളാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു സഞ്ചാര പാതയിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നവ. ആ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓർത്തിരിക്കുക, സഞ്ചരിക്കുന്ന കണം ഇലക്ട്രോൺ, ഭാരം ഏറ്റവും കൂടിയ കണം ന്യൂട്രോൺ, ഭാരം ഏറ്റവും കുറഞ്ഞ കണം എന്ന് പറയുന്നവരാണ് ഇലക്ട്രോണുകളാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയെന്ന് പറയുന്നത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസിലെ കണങ്ങളായ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ്. കാരണം ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവും ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. പിണ്ഡത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പറഞ്ഞു പിണ്ഡം കൂടിയത് അല്ലെങ്കിൽ ഭാരം കൂടിയ കണം എന്നൊക്കെ പറഞ്ഞു. ഭാരം ഏറ്റവും കൂടിയ കണമാണ് ന്യൂട്രോൺ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഭാരം ഏറ്റവും കൂടിയ കണം എന്ന് പറയുന്നവരാണ് ന്യൂട്രോൺ. എന്നാൽ ഭാരം കുറഞ്ഞ കണം എന്ന് പറയുന്ന ആരാണ്? ഇലക്ട്രോണുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിൽ 3 മൗലിക കണങ്ങളാണുള്ളത്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉണ്ട്. ഈ ഭാരം ഏറ്റവും കൂടിയ കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ അല്ലേ? അതുപോലെ തന്നെ ന്യൂട്രോൺ കഴിഞ്ഞാൽ ഭാരം കൂടിയ കണമാണ് ആര്? പ്രോട്ടോണുകൾ. ഈ 2 കണങ്ങളും എവിടെയാണ് കാണപ്പെടുന്നത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു ആറ്റത്തിൻ്റെ പിണ്ഡം കേന്ദ്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് എവിടെയായിരിക്കും? ന്യൂക്ലിയസിലാണ്. ഒരു ആറ്റത്തിൻ്റെ പിണ്ഡം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയസിലാണ്. കാരണം ഭാരം കൂടിയ കണങ്ങളായ പ്രോട്ടോണും ന്യൂട്രോണും എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ഇനി പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ് സ്ഥിരത, സ്റ്റെബിലിറ്റി. സ്ഥിരത ഏറ്റവും കുറഞ്ഞ കണം പലപ്പോഴും നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളതാണ്. കാരണം ഈ സ്ഥിരത ഏറ്റവും കുറഞ്ഞ കണം എന്ന് പറയുന്ന ന്യൂട്രോൺ ആണ്. ഓപ്ഷനിൽ ഇലക്ട്രോണും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഈ ഇലക്ട്രോൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് സ്ഥിരത കുറവായിരിക്കും എന്ന് തോന്നും. എന്നാൽ സ്റ്റെബിലിറ്റി കൂടിയ, സ്ഥിരത കൂടിയ കണങ്ങളാണ് പ്രോട്ടോണും ഇലക്ട്രോണും. സ്റ്റെബിലിറ്റി ഏറ്റവും കുറഞ്ഞ കണം എന്ന് പറയുന്ന ആരാണ്? ന്യൂട്രോണുകളാണ്. അപ്പോൾ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. സ്ഥിരത ഏറ്റവും കുറഞ്ഞ കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ, ഏറ്റവും ഭാരം കൂടിയ കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ, ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്ന് പറയുന്ന ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ഇനി ഒരു പദാർത്ഥത്തിൻ്റെ രാസഗുണം, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന, നിർണ്ണയിക്കുന്ന കണമാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ ഫിംഗർ പ്രിന്റ് അഥവാ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന കണമാണ് പ്രോട്ടോണുകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, രാസഗുണം നിർണ്ണയിക്കുന്നത്
ഇലക്ട്രോണുകളും ഐഡന്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണുകളുമാണ്. രണ്ടോട് മാറിപ്പോകല്. രാസഗുണം കെമിക്കൽ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ, ID കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺസ് ആണ്. ഇനി ആറ്റം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തത് പറയേണ്ടത് രണ്ട് കൺസെപ്റ്റാണ്. അറ്റോമിക് നമ്പർ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. കാരണം പ്രോട്ടോണുകളുടെ അഥവാ ഇലക്ട്രോണിൻ്റെ പറയാൻ കാരണത്തില്ല. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്താണ്? തുല്യമായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കൺസെപ്റ്റാണ് മാസ് നമ്പർ. അറ്റോമിക് നമ്പറും മാസ് നമ്പറും. അപ്പം അറ്റോമിക് നമ്പർ നമ്മൾ പറഞ്ഞു പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി മാസ് നമ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തു വെക്കാവുന്നേ ഉള്ളൂ. ഒരു ആറ്റത്തിൻ്റെ പിണ്ഡം എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ ന്യൂക്ലിയസിലാണ്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. ഒരു ആറ്റത്തിൻ്റെ പിണ്ഡം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പറയുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചത്. അപ്പോൾ ന്യൂക്ലിയസിലുള്ള ആൾക്കാരുടെ ആകെ എണ്ണമെന്ന് ഓർത്താൽ മതി. പിണ്ഡത്തിന് കാരണക്കാരായ ആൾക്കാരുടെ ആകെ എണ്ണമെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ എന്ന് പറയുന്നതാണ് പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ തുകയ്ക്ക് പറയുന്ന പേരാണ് മാസ് നമ്പർ എന്ന് പറയും. പ്രോട്ടോണുകളുടെ അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ തുക എന്ന് പറയുന്നതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ AMU എന്ന് പറയും. ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇപ്പം അറ്റോമിക് മാസ് യൂണിറ്റ് അറിയപ്പെടുന്ന പേരാണ് യൂണിഫൈഡ് മാസ്. റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് U എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ യൂണിഫൈഡ് മാസ്. ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ യൂണിഫൈഡ് മാസ്. ആറ്റവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് മൂലകങ്ങളുടെ പേരാണ് നമുക്ക് ഓർത്തു വെക്കേണ്ടത്. പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണ് അവിടെ നമുക്ക് പറഞ്ഞു പോകാനുള്ളത്. ഏറ്റവും ലഘുവായ ആറ്റം എന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും ലഘുവായ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. എന്നാൽ ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹീലിയം. എന്നോട് മാറിപ്പോകല്ലേ. ഏറ്റവും ലഘുവായ സിംപ്ലസ്റ്റ് ആറ്റം എന്ന് പറയുന്നതാണ് ഹൈഡ്രജൻ. സ്മോളസ്റ്റ് ആറ്റം, ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നതാണ് ഹീലിയവും. എന്നാൽ ഏറ്റവും വലിയ ആറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഫ്രാൻസി. അപ്പോൾ 3 പോയിന്റ്സ് ഓർത്ത് വെച്ചോണം. ലഘുവായ ആറ്റം ഹൈഡ്രജൻ, ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹീലിയം, ഏറ്റവും വലിയ ആറ്റം എന്ന് പറയുന്നത് ഫ്രാൻസിയം. ആറ്റം മാതൃകകളെ കുറിച്ചാണ് ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറയുന്നത്. ആറ്റവുമായി ബന്ധപ്പെട്ട് ആറ്റം മോഡൽസ്, ആറ്റം മാതൃകകൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആറ്റം മാതൃകകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ആറ്റം മാതൃക ഏതെന്ന് ചോദിക്കാറുണ്ട്. ആദ്യത്തെ ആറ്റം മാതൃക എന്ന് പറയുന്നതാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. പ്ലം പുഡിംഗ് മോഡൽ. ഈ പ്ലം പുഡിംഗ് മോഡൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തണ്ണിമത്തൻ മാതൃക. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യത്തെ ആറ്റം മാതൃക, ഫസ്റ്റ് അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് പ്ലം പുഡിംഗ് മോഡൽ അഥവാ തണ്ണിമത്തൻ മാതൃക. അത് അവതരിപ്പിച്ചതെന്ന് പറയുന്ന ആരാണ്? JJ തോംസൺ. പ്ലം പുഡിംഗ് മോഡൽ അഥവാ വാട്ടർമെലൺ മോഡൽ, തണ്ണിമത്തൻ മാതൃക അവതരിപ്പിച്ചെന്ന് പറയുന്നത് JJ തോംസൺ. അവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ആദ്യത്തെ ആറ്റം മാതൃക എന്ന് ചോദിക്കും. അതുപോലെ തന്നെ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ച ആളുടെ പേരും ചോദിക്കും. അടുത്തത് സൗരയൂഥ മാതൃക. സൗരയൂഥ മാതൃക അവതരിപ്പിച്ചതെന്ന് പറയുന്നത് റുദർഫോർഡ് ആണ്. ഈ സൗരയൂഥ മാതൃക അനുസരിച്ചാണ് പറയുന്നത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചതെന്ന് പറയുന്ന ആരാണ്? റുദർഫോർഡ്. ഇനി അടുത്ത മാതൃകയാണ് ക്വാണ്ടം സിദ്ധാന്തം. ക്വാണ്ടം തിയറിയെ അടിസ്ഥാനമാക്കി ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ബോർ മോഡൽ എന്ന് പറയും. അടുത്ത മാതൃക എന്ന് പറയുന്നതാണ് ബോർ മോഡൽ. ബോർ മോഡലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്വാണ്ടം തിയറിയാണ്. ബോർ മോഡലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്വാണ്ടം സിദ്ധാന്തമാണ്. ക്വാണ്ടം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആറ്റം മാതൃക അവതരിപ്പിച്ചെന്ന് പറയുന്നത് നീൽസ് ബോർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ബോറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഷെല്ല്, സബ് ഷെല്ല് എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചത് ബോറാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ 2n² ഒക്കെ അവതരിപ്പിച്ചത് നീൽസ് ബോറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ സ്ഥിരത, ആറ്റം സ്റ്റേബിളാണ്. നമുക്കൊരു ആറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റിലാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ച് ഈ റുദർഫോർഡിനും തോംസണും ഒന്നും വിശദീകരിക്കാൻ സാധിച്ചില്ല. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ആദ്യമായി വിശദീകരണം നൽകിയ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നവരാണ്
നീൽസ് ബോർ തന്നെയാണ്. അടുത്ത മാതൃക എന്ന് പറയുന്നതാണ് വേവ് മെക്കാനിക്കൽ മോഡൽ. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്കൽ മോഡൽ അവതരിപ്പിച്ചതെന്ന് പറയുന്നത് മാക്സ് പ്ലാങ്ക് ആണ്. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്കൽ മോഡൽ അവതരിപ്പിച്ചത് മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മറ്റൊരു പേര് അറിഞ്ഞിരിക്കണം, ക്വാണ്ടം സിദ്ധാന്തം, ക്വാണ്ടം തിയറി. ക്വാണ്ടം സിദ്ധാന്തം അവതരിപ്പിച്ചെന്ന് പറയുന്നതുമാരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഊർജ്ജവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ക്വാണ്ടം സിദ്ധാന്തം എന്ന് പറയുന്നത്. ക്വാണ്ടം സിദ്ധാന്തം അവതരിപ്പിച്ചത് മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി വികസിച്ച് വന്നിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയും. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി വികസിച്ച് വന്ന ശാസ്ത്രശാഖ എന്ന് പറയുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പം വേവ് മെക്കാനിക്കൽ മോഡൽ അവതരിപ്പിച്ചതെന്ന് പറയുന്നത് മാക്സ് പ്ലാങ്ക്. ഇനി അടുത്ത എന്ന് പറയുന്നത് അനിശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ചെന്ന് പറയുന്നത് ഹെയ്സൻബർഗ് ആണ്. ഹെയ്സൻബർഗ്. ഈ സയൻറ്റിസ്റ്റുകളിലൊക്കെ പേരൊന്ന് ഓർത്തു വെക്കണം, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ, സൗരയൂഥ മാതൃക റുദർഫോർഡ്, ആറ്റം ബോർ മോഡൽ ബോർ മോഡൽ അവതരിപ്പിച്ചത് ക്വാണ്ടം സിദ്ധാന്തത്തെ ബേസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇനി വേവ് മെക്കാനിക്കൽ മോഡൽ അവതരിപ്പിച്ചതെന്ന് പറയുന്നത് മാക്സ് പ്ലാങ്ക്. അനിശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അവതരിപ്പിച്ചതെന്ന് പറയുന്നത് ഹെയ്സൻബർഗ് ആണ്. അപ്പോൾ ഇത്രയും ആണ് ആറ്റം മാതൃകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദ്യം വരുന്നതാണ്. ആറ്റത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പ്രതീക്ഷിക്കാവുന്ന സാധ്യത കൂടിയൊരു പാർട്ടാണ് ആറ്റം മാതൃകകൾ എന്ന് പറയുന്നത്.